ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കുറിച്ചാണ്. മാത്സിൽ അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗം തന്നെ കേട്ടത്. ചെറിയ ക്ലാസ് തൊട്ട് ഡിഗ്രി ലെവൽ പഠനത്തിന് വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം തന്നെ. ഇത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ എന്തിട്ടാണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് തന്നെ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, ഒരു ഇക്വേഷൻ. അത് ax²+bx+c=0. ഇതാണ് സംഭവം. അതിപ്പോൾ എന്താ പറയുക, അങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല ചോദ്യം വരാം, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പം കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് ഫോർമുല: a²+bx+c. ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് പഠിക്കണ ഫോർമുല, എങ്ങനെ വരേണ്ടതെന്ന്. അപ്പോൾ ഈ എയും ബിയും സിയും വേറെ നമ്പേഴ്സായിട്ടാണ് വരാം ചോദ്യത്തിൽ. ഇപ്പോൾ എന് പകരം ബി 3 എന്ന് ഇട്ടു, അപ്പോൾ 3x². പിന്നെ ബിന് പകരം ഇപ്പോൾ എന്താ പറയുക 1 ഇട്ടു, അപ്പോൾ 1x. ഇപ്പോൾ ചോദ്യത്തിൽ വരുമ്പോൾ എക്സ് എന്ന് മാത്രമല്ലോ. പിന്നെ സി എന്ന് പറയുന്നത് എക്സ് എന്നും അതിന് കോയിഫിഷ്യൻ്റ് ഇല്ലാത്തൊരു ടൈം. അതിപ്പോൾ എത്ര 5 അങ്ങനെ കിട്ടും. ഇതിനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം. ഇതിനാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫോർമുല തരും. ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് നമുക്ക് മെയിൻലി ചോദ്യങ്ങളായിട്ട് വരാം. ഇങ്ങനെ ഒരു ഫോർമുല തരും. ഇത് എക്സ് എങ്ങനെ എത്ര ഇടുമ്പോഴാണ്, എത്ര ഒക്കെ കൊടുക്കുമ്പോഴാണ് 0 എന്ന് വരാം. അതാണ് മെയിൻലി ഇത് പഠിക്കാനുള്ള കാരണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ സോൾവ് ആദ്യത്തെ ചോദ്യം കണ്ട എക്സൈസ് 1. സോൾവ് x² - 125 = 0. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യാനാണ് ചോദിക്കണം. ഇതിലിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ചോദ്യം ചെയ്യുമ്പോൾ 5x² - 125 = 0. അപ്പോൾ ഇത് 5x² -25 125 അപ്പുറത്തേക്ക് പോകുമ്പോൾ വെറും 125 ആവും. അപ്പോൾ 5x² = 125. അപ്പോൾ x² = 125/x എത്രയാണ് 25. അപ്പോൾ x² = 25 എന്നാണ് വരാം. x = ±5. മനസ്സിലായ? ഈ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ എക്സ് ±5 എന്ന് പലരും ഡൗട്ട് ഉണ്ടാവും. അത് x = √25 ആവും. അപ്പോൾ √25 ±5 എന്നാണ് വരാം. കാരണം ഇപ്പോൾ +5 × +5 എന്ന് പറഞ്ഞാലും 25 ആണ്. പിന്നെ -5 × -5 ഇൻറ്റു ചെയ്താലും 25 തന്നെയാണ്. അപ്പോൾ ±5 ആണ് വരാം. അപ്പം ഈ ഒരു വാല്യൂ അത് വേണമെങ്കിൽ ചെയ്ത് നോക്കി. ഈ ഒരു +5 അല്ലെങ്കിൽ -5 ആയിട്ട് ഈ എക്സിൽ കൊണ്ടുവിടാം. എക്സിന് ആ വാല്യൂ കൊടുത്ത് ചെയ്താൽ ഇതെന്തായാലും 0 എന്ന് വരാം. ഈ ഉത്തരം എന്തായാലും 0 എന്ന് വന്നിരിക്കും. ഈ ഉത്തരം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് 0 വരും. അങ്ങനെ അത്ര ഉള്ളത് സിമ്പിളാണ്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് മെയിൻലി 3 ഫോർമുലയായിട്ടാണ് പഠിക്കുക. ഇത് കണ്ട ആദ്യത്തെ ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞ ഫോർമുല, പിന്നെ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ, പിന്നെ ക്വാഡ്രാറ്റിക് ഫോർമുല. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ മെയിൻലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റും ഫാക്ടറൈസേഷനും പിന്നെ ക്വാഡ്രാറ്റിക് ഫോർമുലയാണ് മെയിൻലി പഠിക്കാനുണ്ടാവുള്ളൂ. കാരണം ഈ നടുക്കിത്ര ഇത്തിരി ടഫൊന്നുമില്ല, നമ്മൾ ചെയ്യാടിക്കില്ല. ഇപ്പം ഡയറക്റ്റായിട്ട് ചോദ്യം വരും ഇങ്ങനെ എന്താ പറയുക, ഈ ഫോർമുലയിൽ തന്നെ ചെയ്യണം. അപ്പം മാത്രമാണ് ഈ രണ്ടാമത്തേന് അധികം ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പല സമയത്തും ചെയ്യില്ല അത്. ഇപ്പം ആദ്യത്തെ ഫോർമുല ആദ്യത്തെ മെത്തേഡ് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകണം. ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഫാക്ടറൈസേഷൻ മെത്തേഡ് ഹാൻഡ് റൈറ്റിംഗ് ഇത്ര മോശം കേട്ടോ. അപ്പോൾ അതിലത്തെ ചോദ്യം തന്നെ നമുക്ക് ചെയ്യാം. x² - 6x + 8 = 0. ഇതാണ് ചോദ്യം. ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഫാക്ടറൈസർ ചെയ്യുമ്പോൾ എപ്പോഴും x² വാല്യൂ മീൻസ് x² അധികം വാല്യൂ വരാൻ പാടില്ല. മീൻസ് 1 വരാൻ ഉദ്ദേശിക്കുള്ളൂ. ഇപ്പോൾ 1x²,
ഈ വാല്യൂയിൽ മാത്രം നിൽക്കണം എന്ന് മനസ്സിലായി. ഇപ്പോൾ 5x² 2x² അങ്ങനെയൊന്നും വന്ന് നിൽക്കാൻ പറ്റില്ലാന്ന് മീൻസ് അത് എടുക്കാൻ നമുക്ക് പാടാവും. കാരണം ഈ മെത്തേഡ് അങ്ങനത്തെയാണ്. ഇപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ 1 ആണ്. ഈ x² മീൻസ് ഈ x² കൂടെയുള്ള നമ്പർ 1 ആണ്. വെറും എക്സിൻ്റെ കൂടെയുള്ളത് -6ഉം പിന്നെ ഒറ്റയ്ക്കുന്ന നമ്പർ 8 ആണ്. അപ്പോൾ ഈ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ലാസ്റ്റത്തെ വരെ ഡിജിറ്റിൽ ഈ ഡിജിറ്റ് ഈ എക്സിൻ്റെ മീൻസ് ഇപ്പോൾ 2 വാല്യൂ വരുന്നതെനിക്ക് എക്സിന് 2 വാല്യൂ വരും. എക്സിന് 2 വാല്യൂകൾ വരും. രണ്ട് വാല്യൂകൾ വരും കേട്ടോ എക്സിന്. അപ്പോൾ ആ 2 ഡിജിറ്റുകൾ ഇപ്പോൾ -2 അല്ലെ എന്താ പറയുക, ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ സിമ്പിളാണ്. പോസിറ്റീവ് വരണമെങ്കിൽ -2 × -4ഉം അല്ലെങ്കിൽ +2 × +4. ഇപ്പോൾ കാണിച്ചു തരാം. ഇൻറ്റു ചെയ്യുമ്പോൾ ഈ നമ്പറിൽ ഒറ്റ കേൾക്കണത് ഇതിൽ പെട്ടാണ് അത് വരണം. അതിന് ഏതൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോ ഉദാഹരണങ്ങൾ. ഇപ്പം 8 × 1 അതൊരെണ്ണമാണ്. അപ്പോൾ 8 കൊണ്ട് 1 ഉണ്ട് കേട്ടോ. എക്സിന് 2 വാല്യൂ വന്നു. പിന്നെ -2 × -4 8 തന്നെയാണ്. പിന്നെ -1 വരുമ്പോൾ അത് പോസിറ്റീവ്. പിന്നെ സാധാ 2 × 4 = 8 ആണ്. ഈ 3 ജോഡികളിൽ ഏതിലും ഒരെണ്ണമാണ് വരാം ഇതിൽ ഉത്തരമായിട്ട്. കാരണം വേറെ ഒന്നും 8 എന്ന് പറയുന്നത് സിംഗിളായിട്ട് വരുന്ന നമ്പർ ഇല്ലല്ലോ. കണക്ക് പെട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല ഇല്ല. അപ്പോൾ അതാണ് ഈ ലാസ്റ്റത്തെ ഡിജിറ്റിൻ്റെ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡ് എടുക്കുമ്പോൾ ഉള്ളൊരു സീക്രട്ട്. പിന്നെ ഈ നമ്പറിൽ ഈ -6 എക്സ് നോക്കണ്ട, -6 അതെന്ന് പറയുന്നത് ഇതിലേതെങ്കിലും 3 ജോഡിയിൽ പ്ലസ് ചെയ്യുമ്പോൾ അതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ 8 × 1 അല്ലേ, അത് ഇപ്പോൾ ഇവിടെ ചെയ്യാട്ടോ, അത് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ 8 + 1 = 9. ഇതല്ല 9 വന്നേക്കണം, ഇവിടെ -6 എന്ന് വന്നേക്കണം. -6 എന്ന് നോക്കണം. പ്ലസ് ചെയ്യുമ്പോൾ ഏതാണ് വരാം ആ 2 നമ്പറും, മറ്റേത് ഇതെന്ന് പറയുന്നത് ഇൻറ്റു ചെയ്യുമ്പോൾ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് എന്താ -2 × -4 അത് രണ്ടും പ്ലസ് ചെയ്യുമ്പോൾ ഇതിൽ വരാം -2 + -4 = -6. അത് വന്നു കേട്ടോ, അതും കറക്റ്റാണ്. -6 വന്നു കണ്ടില്ലേ. -2 +-4 വലിയ ഇതിൻ്റെ സൈൻ ഇടുമ്പോൾ -6 മനസ്സിലായില്ലേ. ഇപ്പോൾ ഈ സാധാ 2 × 4 ആണ് എനിക്ക് പ്ലസ് പോസിറ്റീവ്. അപ്പോൾ 2 + 4 = വെറും 6 പക്ഷേ ഇവിടെ -6 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായ ഈ നമ്പർ എപ്പോഴും പ്രൊഡക്റ്റാണ്. പഠിച്ചു വെച്ചോ, പ്രൊഡക്റ്റ്. ആ 2 എക്സിന് 2 വാല്യൂ വരും കേട്ടോ. അതിൽ ഒരെണ്ണം പ്രൊഡക്റ്റ് മീൻസ് ഉത്തരം പക്ഷേ ചിലപ്പോൾ ഒരെണ്ണം തന്നെയാണ് വരല്ലോ കേട്ടോ, ഒരെണ്ണം വരല്ലോ. അത് നമുക്ക് മനസ്സിലായി. ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് ചില സമയത്ത് ഒരു എക്സിന് ഒരെണ്ണം വരല്ലോ, ചിലത് മൈനസ് വരും, നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒന്നും ഇപ്പോൾ നോക്കണ്ട. അപ്പോൾ ഇങ്ങനെ പറഞ്ഞേക്കുക 2 വാല്യൂ തുടക്കം കിട്ടും, എന്നാലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ സമ്മും. അപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ 8 ആ 2 നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ അതിപ്പോൾ മൈനസ് ഇപ്പോൾ പോസിറ്റീവ്. ഇതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ -2 × -4 അത് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ 8 കിട്ടണം. പിന്നെ അതുപോലെ തന്നെ സമ്മ് നോക്കണ്ട, അത് മാത്രം പോലെ സമ്മും. ഇപ്പോൾ സമ്മ് എന്ന് പറയുന്നത് -6 വരണം. അതുകൊണ്ടാണ് -2 -4 എടുത്തത്. ഇപ്പോൾ -2 + -4 = -6 മനസ്സിലായ. അത്രേ ഉള്ളൂ, വെറും സിമ്പിളാണിത്. 8ഉം -6ഉം വരണം. 8 എന്ന് പറയുന്നത് പ്രൊഡക്റ്റാണ് ആ 2 നമ്പറും. അതിപ്പോൾ 2 ഉം 4 ഏതൊക്കെ വരും അത് ചോദ്യം അനുസരിച്ച്. ഇതിലിപ്പോൾ -2ഉം -4ഉം ആ 2 നമ്പർ സം ചെയ്യുമ്പോൾ ഈ -6 വരും. അത് പഠിച്ച് വയ്ക്കുക. ആ വാല്യൂകൾ സം ചെയ്യുമ്പോഴും ഇൻറ്റു ചെയ്യുമ്പോഴും കിട്ടണം.